മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സങ്കീർത്തനം 19:14 നമുക്ക് ധ്യാനിക്കാം. The book of Psalms, chapter 19, verse 14. എന്റെ അഭയശിലയും വിമോചകനും ആയ കർത്താവേ, എന്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. നാം പറയുന്ന വാക്കുകൾ ശക്തിയേറിയതും ദൂരവ്യാപകവുമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ്. അവിവേകമായി പറയുന്ന വാക്കുകൾ ദൈവത്തെയും മനുഷ്യനെയും നമ്മിൽ നിന്ന് അകറ്റും. അപ്പോസ്തലനായ യാക്കോബ് നാവിനെ കാട്ടുതീയോടും കപ്പലിന്റെ ചുക്കാനോടും സമീപിക്കുന്നു. ആലോചിക്കാതെ പറയുന്ന വാക്കും ലക്ഷ്യമില്ലാതെ എറിയുന്ന കല്ലും സമമാണ്. ആരെയെല്ലാം അത് സ്പർശിക്കുന്നു എന്നോ എന്തെല്ലാം രോഷം വരുത്തുമെന്നോ നിശ്ചയമില്ല. ഒരുവൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി ഗുണപൂർത്തിയുള്ള വ്യക്തിയാകും. നാം വാക്കുകളെ വളരെ കരുതലോടെ ഉപയോഗിക്കണം. നാം പലപ്പോഴും ആരോടെന്നും എന്തെന്നുമില്ലാതെ തന്നെക്കുറിച്ചോ അന്യരെക്കുറിച്ചോ ഉചിതമല്ലാത്ത പല കാര്യങ്ങളും പറയുന്നു. എന്നാൽ പിന്നീട് കുറ്റബോധമുണ്ടാകുമ്പോൾ നാം ദുഃഖിക്കുന്നു, ലജ്ജിക്കുന്നു. ആത്മനിയന്ത്രണത്തോടെ സംസാരിക്കുന്നത് ജീവിത നിലവാരം ഉയർത്തുന്നതിനും ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിനും ആവശ്യമാണ്. പരസ്പരം കുറ്റങ്ങൾ ആരോപിച്ച് ശണ്ട കൂടുന്ന ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. അവരുടെ അമ്മായി അവർക്കൊരു സമ്മാനം കൊടുത്തു. ഇന്നത്തെ നമ്മുടെ ധ്യാനവാക്യം ഭംഗിയായി ക്യാൻവാസിൽ നിറപ്പകറ്റുള്ള നൂലുകൊണ്ട് തുന്നിപ്പിടിപ്പിച്ചതായിരുന്നു അത്. ഒരു ദിവസം ഏതോ കാര്യത്തിന് വേണ്ടി ഭർത്താവ് കോപാകുലനായി യാദൃച്ഛികമായ ഭിത്തിമേൽ തൂങ്ങുന്ന ആ വാക്യം കണ്ടതോടെ അയാൾ സംസാരം അവസാനിപ്പിച്ചു. അല്പസമയത്തിനു ശേഷം ഭാര്യ പരദൂഷണം പറയുവാൻ ആരംഭിച്ചു. അപ്പോൾ ഭർത്താവ് ഭാര്യയെ ഈ വാക്യം ചൂണ്ടിക്കാണിച്ചു. ഭാര്യയ്ക്ക് സംസാരം മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. ആ ദമ്പതികളുടെ പിൽക്കാല കുടുംബജീവിതം കൂടുതൽ സന്തോഷപ്രദമായിരുന്നു. സംസാരത്തിന് കടിഞ്ഞാണിട്ട് മിതത്വവും ഗൗരവവും പരീക്ഷിക്കണമെന്നുള്ളതാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാവിനെ നിയന്ത്രിക്കുവാൻ നമുക്കാവണം എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി, എപ്പോഴും എപ്പോഴും എന്നേക്കും.